ലഹരിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന സമൂഹ നടത്തം പത്തനംതിട്ട നഗരത്തിൽ പുരോഗമിക്കുകയാണ്. ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം കേരളത്തിന് വേണ്ടിയുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനാണ്. ഇതിൽ യാതൊരു വിഭാഗീയതയുമില്ല, ഭിന്നതകളില്ല. കേരളം ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ നാടിനെ ഈ മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു വലിയ യുദ്ധമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവരും ഇതിൽ അണിചേരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വലിയ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്തിന്റെ സൂചനയാണ്? എല്ലാവരുടെയും കൂട്ടായ്മകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ഒരുമിച്ച് നിൽക്കണം. ഇവിടെ ഗവൺമെന്റ് ഈ ഡ്രഗിന്റെ വേരറക്കാൻ മുന്നോട്ട് വരണം. ഗവൺമെന്റ് വിചാരിച്ചാൽ സാധ്യമാകും. ഞങ്ങൾ ഇതിന് ബോധവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു വലിയ ദൗത്യമാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഞങ്ങൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. ആന്റോ ആന്റണി MP ഉണ്ട്. വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. വലിയൊരു പോരാട്ടം. നിശ്ചയമായും ഇത് ഗവൺമെന്റ് നടത്തേണ്ട പോരാട്ടമാണ്. പക്ഷേ ഗവൺമെന്റ് നിസ്സംഗമായി കാഴ്ചക്കാരായി നോക്കി നിൽക്കുമ്പോൾ, ലഹരി മാഫിയ നാട്ടിൽ അഴിഞ്ഞാടുമ്പോൾ ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രൗഢ് കേരള മുന്നോട്ട് വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പോരാട്ടം ഇന്ന് പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് ആയിരക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്ന ഈ മാർച്ചിലൂടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എത്രമാത്രം ശക്തമാക്കണം? തീർച്ചയായും കാണുന്നില്ലേ, ഈ ജനാവലിയെ കാണുന്നില്ലേ? അതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ ജനാവലി ഉണർന്നു കഴിഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാണ്. പൗരാവലി മുഴുവൻ, സമുദായം മുഴുവൻ, രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഈ ഒരു വിപത്തിനെതിരെ പോരാടുവാൻ ഒന്നിച്ചു നീങ്ങാനുള്ള എല്ലാ ആശംസകളും. ആഴം വ്യക്തമാണ്, അപകടത്തിന്റെ ആഴം വ്യക്തമാണ്. അതിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള വലിയ കരുതലും പ്രവർത്തനങ്ങളുമാണ് ഇതുപോലെ ഉണ്ടാവേണ്ടത്. എല്ലാവരും ഒരുമിക്കേണ്ട സന്ദർഭമാണ്. ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടം, അത് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഈ ഒരു സമൂഹ നടത്തത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് ഈ ഒരു സമൂഹ നടത്തത്തിൽ പത്തനംതിട്ടയിൽ അനുഭവപ്പെട്ടത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൂടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.